പ്രതിപക്ഷത്തിന്റെ വിമർശനങ്ങൾക്ക് മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതിദാരിദ്ര്യമുക്ത സംസ്ഥാന പ്രഖ്യാപനം തട്ടിപ്പല്ല, യാഥാർത്ഥ്യമാണ്. അസാധ്യമായി ഒന്നുമില്ലെന്ന് തെളിഞ്ഞു. ഇത് നവകേരളത്തിലേക്കുള്ള ചവിട്ടുപടിയാണ്. അതിദാരിദ്ര്യാവസ്ഥയെ മറികടന്നത് നാടിന്റെ സഹനത്തോടെയാണ്. ഫലപ്രദമായ ഇടപെടലുകൾ ഇനിയും തുടരണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതിദാരിദ്ര്യമുക്ത കേരളം പ്രഖ്യാപനം തട്ടിപ്പല്ല. നിർഭാഗ്യകരമായ ഒരു പരാമർശം ഇന്ന് കേട്ടു. അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. നാടിന്റെ ഒരുമ കൊണ്ടാണ് ഇത് നേടാനായത്. അസാധ്യം എന്ന് ഒന്നില്ല എന്ന് തെളിഞ്ഞു. ഓരോ കുടുംബത്തിന്റെയും അതിദാരിദ്ര്യ അവസ്ഥ മാറുന്നത് മന്ത്രിസഭ വിലയിരുത്തി. 4,70,000-ത്തിലധികം വീടുകൾ യാഥാർത്ഥ്യമാക്കി. LDF പ്രഖ്യാപിച്ച ഓരോ വാഗ്ദാനവും യാഥാർത്ഥ്യമാക്കുന്നു. ഇതിൽ ചാരിതാർത്ഥ്യമുണ്ട്. നമുക്ക് ഒരു ഭൂതകാലമുണ്ട്. അവിടെ നിന്നും പലവിധ ക്ലേശങ്ങൾ താണ്ടിയാണ് നാം ഇവിടേക്ക് എത്തിയതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. അതിദാരിദ്ര്യമുക്ത കേരള പ്രഖ്യാപനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് നടന്ന പൊതുസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതൊരു തട്ടിപ്പല്ല, യാഥാർത്ഥ്യമാണ് എന്നത് നാം എല്ലാം ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയാണ്. നിർഭാഗ്യകരമായ ഒരു പരാമർശം ഇന്ന് കേൾക്കേണ്ടി വന്നതുകൊണ്ടാണ് ഇത്രയും പറയേണ്ടി വന്നത്. എല്ലാവരും പൂർണ്ണ മനസ്സോടെ സഹകരിച്ചിട്ടുണ്ട്. നല്ല നില നമുക്ക് ആർജിക്കാൻ കഴിഞ്ഞത് നാടിൻ്റെ ഒരുമയും ഐക്യവും കൊണ്ടാണ്. അസാധ്യം എന്നൊന്നില്ല എന്ന് അനുഭവത്തിലൂടെ തെളിയിക്കുന്നതിന് ഇടയാക്കിയിട്ടുള്ളത്. പുതിയ കേരളത്തിനായുള്ള പ്രവർത്തനങ്ങൾക്ക് ഇടതുപക്ഷ സർക്കാരുകൾ നേതൃത്വം നൽകി. കേരള മോഡൽ എന്ന് ലോകം വിളിച്ചു. 4 ലക്ഷം വീടുകൾ പൂർത്തിയാക്കാനായത് നിങ്ങൾ തന്നെ തുടർന്നോളൂ എന്ന് ജനം പറഞ്ഞതുകൊണ്ടാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മാതൃശിശു മരണനിരക്കിൽ അമേരിക്കയേക്കാൾ താഴെയാണ് കേരളമെന്നും ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറിയെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കുന്നുകൂടുന്ന സമ്പത്തല്ല, ജനങ്ങൾക്ക് നൽകുന്ന കരുതലാണ് കാര്യം. പ്രസവ ചികിത്സയിലും അമേരിക്കയിലേക്കാൾ മെച്ചമാണെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ വിഷൻ.